വന്നല്ലേ? എനിക്കറിയാം നീ വരുമെന്ന്. എന്താ നിങ്ങളുടെ പ്രശ്നം? എന്താ നിന്റെ പ്രശ്നം? എനിക്കെന്ത് പ്രശ്ന? കുഴപ്പമുള്ളതായിരുന്നപ്പോ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരുന്നു. ഇവിടെ അതിനൊന്നും പറ്റണില്ലെന്നേ. എന്റെ പൊന്നു ചേട്ടാ, ഇവിടെ ഇത്രയും പേരുള്ളപ്പം സാഹചര്യം ഒത്തു വന്നാലല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ. അതിന് കൊഞ്ചിക്കൊഴയാനൊന്നുമല്ല വിളിക്കണത്, ഒന്ന് സംസാരിക്കാൻ. ഇപ്പൊ ഇവിടെ ആരുമില്ല, സംസാരിക്ക. എടി നീ എന്തിനാ മറ്റുള്ളവരെ ഇങ്ങനെ പേടിക്കണത്? നമ്മളെന്താ വല്ല വൃദ്ധ ദമ്പതികളാണ്? അല്ല, ഇപ്പോഴത്തെ വൃദ്ധ ദമ്പതികളുടെ സ്റ്റൈലും മാറിപ്പോയി. പാട്ടും ഡാൻസും ചിരിയും കളിയും റീൽസിലൂടെ ഒക്കെ കാണണം. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ജെൻസിയുടെ മാത്രമല്ല കാലം മാറിയേക്കണത്, നമ്മുടെയും കാലം മാറി. കാലമൊക്കെ മാറി, സമ്മതിച്ചു. പക്ഷെ അതിനനുസരിച്ച് കോലം കെട്ടാനൊന്നും എന്നെ കിട്ടത്തില്ല. അതിന് കോലം കെട്ടണമെന്ന് ആര് പറഞ്ഞ്? കുറച്ചു നേരം ഒന്ന് സംസാരിക്കണം. നീ വന്നേ, ഇവിടെ ഇരുന്നേ. ചുമ്മാ അവര് കാണും കേട്ടോ. എന്റെ അയനെക്കുറ്റി പറിച്ച വീട്ടിൽ സീത, നീ ആരെയാണ് ഈ ഭയക്കണത്? ഇട്ടേ കൈ. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എന്നെ വീട്ടുപേര് കൂട്ടി വിളിക്കരുതെന്ന്. അങ്ങനെ വിളിച്ചാൽ എന്താ കുഴപ്പം? എനിക്ക് ദേഷ്യം വരും. എനിക്ക് ഈ ദേഷ്യോട് ഇഷ്ടം. എന്താണ് ഇങ്ങനെ? എടി, നീ എന്റെ അവസ്ഥ മനസ്സിലാകുക. ഇവിടെ എല്ലാവരും ഉണ്ട്, അടിപൊളി അറ്റ്മോസ്ഫിയർ ഒക്കെയാണ്. പക്ഷെ എന്നാലും നിന്നോട് ഒന്ന് സംസാരിക്കാതെ വരുമ്പോണ്ടല്ല, മൊത്തത്തിലൊരു മിസ്സിങ്, ഒരു ശൂന്യത. മിസ്സിങ്ങോ? എന്റെ ദൈവമേ, വീട്ടിൽ വെച്ചിട്ടൊന്നും ഉണ്ടായിട്ടില്ലേ ഈ മിസ്സിങ്? ഞാൻ അടുക്കളയിൽ കിടന്ന് പണി എടുത്തോണ്ടിരിക്കുമ്പോഴൊന്നും ഈ മിസ്സിങ് ഒന്നും പറഞ്ഞു വന്നിട്ടില്ലല്ലോ. ഇപ്പൊ ഇവിടെ വെച്ചൊരു പുതിയ മിസ്സിങ്. അതെന്താന്നറിയാമോ? അടുത്തുണ്ടാവുമ്പോ നമുക്ക് ആ വില അറിയാൻ പറ്റില്ല. അകന്നിങ്ങനെയൊക്കെ നിക്കുമ്പോഴാണ് അതിന്റെ വില അറിയുന്നത്. ഇപ്പൊ ശരിക്കും ഞാൻ നിന്റെ വില അറിയുന്നു. എന്താ ചുമ്മാ, നീ അവിടെ ഇരിക്കടി, ഇരുന്നോ. പറ. നീ പറഞ്ഞാ മതി. ഞാനെന്ത് പറയാനാ? എന്നെ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങൾ പറ. എന്തെങ്കിലൊക്കെ പറ, ഞാൻ കേട്ടോളാം. നിങ്ങൾ പറ, ഞാൻ കേട്ടോളാം. എന്നാ ഞാൻ പറയാം. ഒരു സാധനം കേട്ടിട്ടുണ്ട്. പണ്ട് ഞാൻ ചാലക്കുടിയിലായിരുന്ന സമയം, നീ അന്ന് കുഴപ്പമുള്ളതാണ്, 2 ആഴ്ച ഞാൻ വീട്ടിലേക്ക് വന്നിട്ട് ഞാൻ ആകെ സങ്കടപ്പെട്ട് നിന്നെ കാണാതെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോ ഞാൻ ഉറപ്പിച്ച് ഇന്ന് വൈകുന്നേരം എന്തായാലും വീട്ടിൽ പോകണമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വൈകുന്നേരം ആയപ്പോ തൊട്ടപ്പുറത്തെ പോസ്റ്റിൽ ഒരു ഷോർട്ട് സർക്യൂട്ട്. ഞാൻ നോക്കിയപ്പോ ഇടിച്ചു കുത്തി പെയ്യണ മഴ. ഞാനും ബാഹുലേനും കൂടി പോസ്റ്റേര് വലിഞ്ഞ് കേറി. എന്റെ പൊന്നെ, ഇനി ഇതിന് മേലെ പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, എന്ത് അയാളുടെ ഒരു പോസ്റ്റിന്റെ കഥ. അച്ഛനും ചെയ്തമ്മേ നീയല്ലേ പറഞ്ഞത് എന്നോട് എന്തെങ്കിലും പറയാന്ന്? എനിക്ക് ഇതൊക്കെ പറയാൻ അറിഞ്ഞൂട്. അതുകൊണ്ടാണ് ഞാൻ വന്നിരിക്കാത്തത്, മനസ്സിലായോ? ഇടമായി എന്താണ് രണ്ടാമത് ഇവിടെ വന്നിരിക്കുന്നേ? ഇവിടെ എന്താ കുഴപ്പം? അടിപൊളിയല്ലേ? വലിയൊരു മാവ്, നല്ല തണല്, നല്ല കാറ്റ്. ഇതേപോലെ തന്നെ സീതയുടെ വീടിന്റെ മുറ്റത്തും വലിയ കാട്ടൊരു അയണി ഉണ്ടായിരുന്നു. അത് തന്നെ ഒരു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു അയണി. ഇവരുടെ വീട്ടുപേരും അങ്ങനെ തന്നെ ഇരുന്നട്ടോ, അയണിക്കുറ്റി വീട്. അതിപ്പോ ഇവിടെ ആരെങ്കിലും ചോദിച്ചോ? ആ കഥ പറയാൻ വേണ്ടിട്ടാണോ ഈ കഷ്ടപ്പെട്ട് ഇങ്ങനെ വരുന്നത്? കഥയാ? ഏത് കഥ? അല്ല, അത് ചുമ്മാ നാട്ടുകാര് വെറുതെ പറയുന്ന കഥ. നാട്ടുകാര് ചുമ്മാ പറയണമെന്നല്ല, കഥയുണ്ട് മോളെ, പറയട്ടെ. അങ്ങനെ ഈ അയണിമാർ അവിടെ നിൽക്കുന്നത് കൊണ്ട് ഇവളുടെ അച്ഛൻ അന്ന് നാട്ടുകാർ വിളിച്ചിരുന്നത് അയണി വീട്ടിൽ ബാലൻ എന്നായിരുന്നു. അങ്ങനെ അയണി വീട്ടിൽ ബാലൻ എന്ന പേര് കേട്ട് കേട്ട് സഖി കേട്ടിട്ട് പുള്ളി ആ അയണി അങ്ങ് മുറിച്ച് വിറ്റു. അത്രയും പഴക്കമുള്ള അയണിയാ? അത്യാവശ്യം തടഞ്ഞാണല്ലേ? പിന്നെ മരം മുറിച്ച് വിൽക്കണ ഇതില് പുള്ളി ബിരുദനാണ്. പുലി പുലി പുലി. ഒന്ന് നിർത്തിക്കേ, കൊറേ നേരമായിട്ട് പറയാട്ടോ എന്റെ അച്ഛനെ പറ്റിട്ട്. സീതമ്മ നിർത്തല്ലേ. ഈ പഴംപുരാണോ കുടുംബചരിത്രം കേൾക്കാൻ ഒരു പ്രത്യേക തരം ത്രില്ലല്ലേ? അച്ഛൻ പറ. അങ്ങനെ അയണി മുറിച്ച് വിറ്റ് കഴിഞ്ഞപ്പോ ആ പേരങ്ങ് പോകുന്ന പുള്ളി കരുതത്. അപ്പൊ നാട്ടുകാർ വേറെ പേര് വിളിക്കാൻ തുടങ്ങി. അയണി മുറിച്ച വീട്ടിൽ ബാലൻ എന്നാക്കി. അപ്പോ ആ അയണിയുടെ കുറ്റി വീട്ടുമുറ്റത്ത് നിൽക്കുകയാണല്ലോ. പിന്നെ തുടങ്ങി നാട്ടുകാര് പുള്ളിനെ അയനിക്കുട്ടി വീട്ടിൽ ബാലൻ എന്ന് വിളിക്കാൻ തുടങ്ങി. പുള്ളിക്ക് അങ്ങ് ദേഷ്യം ഇളകിയിട്ടുണ്ടല്ല, പുള്ളി ആ കുറ്റി കുറെ ആൾക്കാരെ വിളിച്ചിട്ട് പറിച്ച് ദൂരെ കളഞ്ഞു. അതോടെ ആ പേര് നിൽക്കുമെന്ന് കരുതി. അപ്പതേ ആൾക്കാർ അടുത്ത പേര് വിളിക്കാൻ തുടങ്ങി. അയണിക്കുറ്റി പറിച്ച വീട്ടിൽ ബാലൻ,
ആ അയിനിക്കുറ്റി പറിച്ച വീട്ടിൽ ബാലന്റെ മകളാണ് അയിനിക്കുറ്റി പറിച്ച വീട്ടിൽ സീത. എനിക്ക് വലിയ ചിരിയൊന്നും വരുന്നില്ല, ഞാൻ പോവാ. അങ്ങനെ പോകല്ലേ, ഇത് പറയാനല്ലോ നമ്മള് വേറെ കാര്യം സംസാരിക്കാനല്ലേ വന്നത്. അപ്പോഴേക്കും ഇവര് വന്ന കാരണല്ലേ നമ്മള് റൂട്ട് മാറ്റി പോയത്. ശിവ അത് പറഞ്ഞപ്പോഴാ കുഴപ്പത്തെ ഞങ്ങളെ വേറൊരു കാര്യം സംസാരിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പൊ അങ്ങനെ ഇതുവഴി വന്നപ്പോ ഇവിടെ നിങ്ങൾ നിൽക്കുന്ന കണ്ടപ്പോ വന്നതാ. അപ്പൊ പാടി ശിവ നമുക്ക് അങ്ങോട്ട് പോവാം. എന്നാ പിന്നെ പോട്ടെ. അയനെക്കുറ്റി പറിച്ച വീട്ടിലെ സീതാമ്മേ. അത് കലക്കി. കളിയാക്കിയപ്പോ സമാധാനമായല്ലോ അല്ലേ? കളിയാക്കിയതല്ല, ഞാൻ ആ ചരിത്രം പറഞ്ഞപ്പോ കൂടെ എല്ലാം പറഞ്ഞു എന്ന് മാത്രം. ഇത് പറയാൻ വേണ്ടിട്ടാണോ എന്നെ വിളിച്ചു വരുത്തിയത്? അങ്ങനെയല്ല. ഇതാണോ നിങ്ങളുടെ റൊമാൻസ്? അല്ല, ഞാൻ റൊമാൻസ് വേറൊരു ടൈപ്പിലായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ പറഞ്ഞു വന്നപ്പോ ഇങ്ങോട്ടൊക്കെ പോയി. ആണല്ലേ? ശരി, എന്നാ ഇവിടെ ഇരുന്ന് തന്നെ ഇരുന്ന് റൊമാൻസ് കാണിച്ചോ കേട്ടോ. സീതെ പോകല്ലേ. നിങ്ങക്ക് എന്താ പ്രശ്നം? പ്രശ്നമല്ല എടി, എന്റെ നിഷ്കളങ്കവും നിർമ്മലവുമായ സ്നേഹം കണ്ടിട്ട് നിനക്കൊന്നും തോന്നുന്നില്ലേ? എന്താ തോന്നുന്നത് എനിക്കിപ്പോ? പറ. നിങ്ങളെ ഷോക്ക് അടുപ്പിക്കാൻ. സീതേ, സീത അവിടെ നിക്കാൻ സൗകര്യമില്ല. ഞാനാ പറയണത്. പോയേ.